ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന എവിടെയാ? തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ നമ്മളെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് ഇരിങ്ങാപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇരിങ്ങാപ്പുറം GLP സ്കൂളിന്റെ അടുത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം ചുറ്റും മതിലെല്ലാം കെട്ടി നല്ല ശുദ്ധമായ വെള്ളമൊക്കെ കിട്ടുന്ന നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ല കിഡിലൻ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പേജ് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. അപ്പൊ ഈ റോഡ് വരുന്ന ഗുരുവായൂരിന്ന് വരുന്ന റോഡാട്ടോ. ഗുരുവായൂരിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അപ്പൊ ഈ വഴി നേരെ നമുക്ക് ഈ വഴി നേരെ പോണത് നമ്മളെ പ്ലോട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ ടാറിംഗ് ഒക്കെ പാസ്സായി കിടക്കുന്ന റോഡാട്ടോ. ഇവിടുന്ന് കുറച്ചത്ര കാണുന്ന അത്ര ദൂരേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഓട്ടോ കിടക്കണ കാണില്ല, അത്ര ദൂരേ ഉള്ളൂ ഈ ഒരു ടാറിംഗ് റോഡിൽ നിന്ന്. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് റിച്ച് ഏരിയ ആണ്. ഒക്കെ വലിയ വലിയ വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതിലൊക്കെ കണ്ടില്ലേ, എല്ലാം വലിയ വലിയ വീടുകൾ തന്നെ അല്ലേ? അതൊക്കെ വലിയ വലിയ വീടുകളാണ്, ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ നമ്മളെ പ്ലോട്ട് വരുന്ന സ്കൂളിനോട് ചാരിട്ടാണ്. ആ സ്കൂളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ വഴിയെ? കാണിച്ചു കൊടുക്കാം, നമുക്ക് പോയി നോക്കാം. ഇവിടുത്തെ പ്ലോട്ടിലോട്ട് വരുമ്പോ തന്നെ നമ്മളെ പറമ്പിന്റെ മുന്നിൽ തന്നെ കറണ്ടിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. മൊത്തം 10 സെന്റ് സ്ഥലമാണ്. നല്ല ചതുരായിട്ടുള്ള ഹലുവ കഷ്ണം പോലത്തെ സ്ഥലമാണ്. ചുറ്റും മതിലൊക്കെ കെട്ടി ഗേറ്റ് ഒക്കെ വെച്ച് വെള്ളത്തിന്റെ സൗകര്യം ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ഇനി നമുക്ക് പ്ലോട്ടിലോട്ടൊന്ന് കേറി നോക്കാം. ഇത് കണ്ട നല്ല ചതുരായി കിടക്കുന്ന സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല മണ്ണുള്ള സ്ഥലമാണ്. വീട് വെക്കാം, ക്വാർട്ടേഴ്സ് പണിയാൻ ഒക്കത്തിന് പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അടുത്ത ചുറ്റുഭാഗം വീടുകൾ കണ്ടോ, ഒക്കെ വലിയ വലിയ വീടുകളാണ്. നോക്കി, ഇനി നമുക്ക് നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട്. ഇനി ഇത് നമ്മള് മതിലിനോട് ചാരി ഇതാ തൊട്ടപ്പുറത്താ കാണുന്ന സ്കൂളാണ്. അത് കണ്ടോ, നമുക്ക് രാവിലെ വീടൊക്കെ വെച്ച് താമസിക്കാന്നുണ്ടെങ്കിൽ കുട്ടികളെ രാവിലെ ഒരുക്കി നിർത്തി ലാസ്റ്റ് ബെല്ലടിക്കാൻ നേരം നമുക്ക് സ്കൂളിൽ പറഞ്ഞേച്ചാൽ മതി. അത്ര അടുത്താണ്, മതിലിന്റെ അപ്പുറം ഇപ്പുറമാണ്. ആ കാണുന്ന തന്നെയാണ് സ്കൂള്. ഇനി നമ്മള് ഈ ഒരു പറമ്പിൽ നല്ല കായ്ക്കുന്ന ഒരു 4 തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കായ പിടിക്കുന്നതാണ്. പിന്നെ അതുപോലെ പ്ലാവ് ഉണ്ട്, മാവുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. കണ്ടോ, ഒരു അയനിപ്ലാവ് ഉണ്ട്, വലിയ അയനിപ്ലാവാണ്. അതുപോലെ മാവുണ്ട്. പിന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. പ്ലാവിന്റെ തൈകളൊക്കെ പുതിയത് 2-3 വർഷമൊക്കെ പ്രായമായത്. പിന്നെ നല്ല വറ്റാത്ത വെള്ളമുള്ള കിണർ, നല്ല വെള്ളമുള്ള കിണറുണ്ട്. അതൊന്ന് കാണാം നമുക്ക്. ഇനി കിണറൊക്കെ നോക്കി, വെള്ളം തെളിഞ്ഞ വെള്ളാട്ടോ. വെള്ളം ഇങ്ങോട്ടെത്തി. നോക്കി, നല്ല വെള്ളമുണ്ട് അല്ലേ? ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ. എല്ലാം കെട്ടി റിങ് ഒക്കെ ഇറക്കിയാന്നല്ലേ? താഴെ വരെ റിങ് ഒക്കെ ഇറക്കിയതാണ്. 365 ദിവസം നല്ല ശുദ്ധമായ വെള്ളം കുടിച്ച് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാം. മറ്റേ ബോർവെല്ലത്തെ വെള്ളമോ അങ്ങനത്തെ വെള്ളമോ കാര്യങ്ങളൊന്നുമല്ല. പൈപ്പ് വെള്ളമോ അങ്ങനത്തെ വെള്ളം ഒന്നുമല്ല. നല്ല ശുദ്ധമായ കിണറ്റിലെ വെള്ളം, നല്ല പച്ച വെള്ളം തന്നെ കുടിക്കാം നമുക്ക്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ അമ്പലത്തേക്ക് എത്താട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 7 മിനിറ്റ്, ഒരു 5-7 മിനിറ്റ് ദൂരെ അത്രേ വരുന്നുള്ളൂ ഓട്ടോയ്ക്കൊക്കെ പോവാന്നുണ്ടെങ്കിൽ. ഒരു സ്കൂളിന്റെ അടുത്തൊക്കെ ഇത്രയും നല്ലൊരു സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമൊക്കെ മേടിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. അങ്ങനത്തെ ഇത്രയും നല്ല സ്ഥലം വേറെ എവിടെയും കിട്ടാണ്ടാവില്ല കേട്ടോ. ഇനി സ്കൂളിന്റെ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയാ, അതിനകത്ത് എന്താ പറയാ, ഇതേപോലത്തെ ഒരു സ്ക്വയർ സ്ഥലം കിട്ടാൻ സാധ്യത കുറവാണ്. കണ്ടില്ല, അത്രയും നല്ല അടിപൊളി സ്ഥലമാണ്. ഇഷ്ടംപോലെ അടുത്തടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇപ്പൊ നമുക്ക് സ്കൂളിലോട്ടൊക്കെ പോകാനാണെന്നുണ്ടെങ്കിലും ഇതാണ്, ഇവിടെ നേരെ ബെല്ലടിച്ചു കഴിഞ്ഞാല് അവസാനത്തെ ആ ഒരു ബെല്ലടിക്കല്ലോ അല്ലെ. 10 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോ ഒരു 9:59 ആകുമ്പോ നമുക്ക് ലാസ്റ്റ് ബെല്ല് നമുക്ക് ഓടി ക്ലാസ്സിൽ കയറുള്ള അത്ര ആ ഒരു ഇതുണ്ടല്ലോ. മതിലിന്റെ അപ്പുറം ഇപ്പുറമാണ്. അപ്പൊ അത്രയ്ക്ക് സൗകര്യമുള്ളൊരു ഇതും കൂടിയാണ്. ഇനിയിപ്പോ ഈ ഒരു സ്ഥലങ്ങൾ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു അസറ്റായിട്ട് മാറും കേട്ടോ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ 2-3 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മറച്ചു വെക്കുകയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് നല്ലൊരു എന്താ പറയാ അസറ്റായിട്ട് മാറുകയും ചെയ്യും. ഇനിയിപ്പോ എന്താ പറയാ, ഓരോ ദിവസം കഴിയുന്നതോറും സ്ഥലത്തിന് നല്ല റേറ്റ് കൂടി വരികയാണ്. അപ്പം ഇത്രയും നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മൾ വീഡിയോകൾ നിങ്ങൾ സ്ഥിരം കാണുന്നതല്ലേ. നമുക്ക് ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ കുന്നും മലകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ ഇത് നല്ല സ്ക്വയർ ആയിട്ടുള്ള എന്താ പറയാ, ഇനിയിപ്പോ നാളെ അല്ലെങ്കിൽ നാളെ വിറ്റ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കച്ചവടം നടന്നു പോവുകയും ചെയ്യും. ഇനിയിപ്പോ നമ്മളൊരു സ്ഥലം എടുക്കുമ്പോ ഇനി വീട് വെക്കാനാണെങ്കിലും കൃഷി ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മള് ആ പറമ്പിലെ നല്ല മണ്ണുള്ള സ്ഥലമാണോ ഒക്കെ നോക്കും നമ്മള്. പിന്നെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ നോക്കുന്നു, നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള, വീട് വെക്കാൻ പറ്റിയ അനുയോജ്യമായുള്ള സ്ഥലങ്ങളൊക്കെ ആണോ എന്നുള്ളതൊക്കെ, അതിനൊക്കെ പറ്റിയ നല്ല കിടിലം മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള
എന്ത് നട്ട് കഴിഞ്ഞാലും എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്ന നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പാറയായിരിക്കും, വെട്ടുപാറയായിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അങ്ങനത്തെ ഒന്നുമില്ല, നല്ല ഫുള്ള് മണ്ണാണ്. ഒക്കെ നല്ല അടുത്തൊക്കെ ആണെങ്കിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് തെങ്ങൊക്കെ നല്ല കായ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കൃഷിക്കൊക്കെ ആണെങ്കിലൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഗുരുവായൂർ പോകാൻ ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതുപോലെ തൃശ്ശൂരിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പിന്നെ നമുക്ക് തിരൂരിന് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 48 കിലോമീറ്ററും, പട്ടാമ്പിയിലോട്ട് പോകണമെങ്കിൽ ഏകദേശം ഒരു 30 കിലോമീറ്ററും, പിന്നെ നമ്മൾ അടുത്തുള്ള ടൗണ് കുന്നുംകുളം ടൗണിൽ പോകാം, പിന്നെ നമുക്ക് ഗുരുവായൂർ ടൗണിലോട്ടും പോകാം. അത്രയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തു നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയമോ കാര്യങ്ങളൊന്നുമില്ല. ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, അങ്ങനത്തെ ഭീഷണി കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അറിയും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ വരില്ല. അപ്പൊ ഇങ്ങനെ പ്ലോട്ടൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാം. ഇനി ഇതേ പറമ്പിന്റെ സൈഡ് വഴി അല്ലാതെ തൈത്തെങ്ങ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് കാണിച്ചതാ. ഇവിടുന്ന് തുടങ്ങാണ് കേട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതാ അവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത്. ഈ ഗേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള അവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത്. ഫ്രണ്ടേജിന് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. പിന്നെ പറമ്പിനോട് ചാരി എന്നുള്ള ഈ വഴി നേരെ സ്കൂളിലേക്ക് പോണതാണ് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് പ്ലോട്ട് കേട്ടോ. അതുപോലെ ഇപ്പുറത്ത് ഈ മതിലിന്റെ അപ്പുറത്ത് കാണുന്നതാണ് സ്കൂള്. അപ്പൊ നമുക്ക് ഒരു മതിലിന്റെ അപ്പുറം ഇപ്പുറം ആയിട്ടോ. സ്കൂളിലൊക്കെ രാവിലെ പിള്ളേരെ പറഞ്ഞുകൂടെ എന്ത് സുഖാന്നറിയോ. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ ഒരു സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് ഇരിങ്ങാപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇതിന് ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 30 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. എടുക്കണമെന്നൊക്കെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ താഴെ ഇതിനകത്ത് ഇതിൻ്റെ ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.